നോക്കാൻ പോകുന്നത് കുറച്ച് നല്ല ഹാബിറ്റ്സ് നമ്മളുടെ ബെറ്റർ ലേണിങ്ങിന് വേണ്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ടല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷേ ആ പഠിക്കുന്നത് തന്നെ ഇപ്പോൾ പല പേർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകുന്നുണ്ട്, പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ലേണിംഗ് പീരീഡിൽ നമ്മൾ നേരിടുന്നുണ്ട്. സോ അതിനൊക്കെ എന്തായിരിക്കും കാരണം? നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിന് ചിലപ്പോൾ നിങ്ങളുടെ ചില ഹാബിറ്റ്സ് ആയിരിക്കും എന്തിനു വേണ്ടി കാരണം. ഇപ്പം നമുക്ക് ഓർമ്മ കിട്ടാത്തതിന്, മറന്നു പോകുന്നതിനൊക്കെയുള്ള കാരണം. അപ്പം നമ്മളുടെ ഹാബിറ്റ്സിൽ നമ്മൾ അറിയാത്ത കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് നല്ലതായിട്ട് പഠിക്കണം. നമ്മളൊന്നും പഠിക്കാതിരുന്ന ഹാബിറ്റ്സും ചേഞ്ച് ചെയ്ത് അങ്ങനെയല്ല, നമ്മൾ അതിൻ്റെ കൂടൊപ്പം പഠിക്കുകയും വേണം. പിന്നെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത കുറച്ച് മാറ്റങ്ങളാണ്. അത് വരുത്തി കഴിഞ്ഞാൽ എന്താവും? കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതെന്താണ്? ഹാബിറ്റ്സ് ആണല്ലേ? ഹാബിറ്റ്സ് ഫോർ ബെറ്റർ ലേണിംഗ് ആണ്. അപ്പോൾ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കുറച്ച് 5-6 കാര്യങ്ങൾ ഒറ്റയടിക്ക് അങ്ങോട്ട് വന്ന് പറഞ്ഞു തന്നിട്ട് നിങ്ങളോട് ഇതിനെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്തെന്നല്ല. നമ്മൾ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുതരും. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഓരോന്നും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോയുടെ കമൻറ്റിൽ പറയണം, മിസ്സേ ഞാനിത് ചെയ്തു, നിങ്ങൾക്ക് മാറ്റമുണ്ടോ നിങ്ങൾ പറയണം. ഓക്കെ? അപ്പോൾ ഫസ്റ്റ് ഏറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ഗെറ്റ് ഓർഗനൈസ്ഡ് എന്നുള്ളതാണ്. കുറേ പേരൊക്കെ എന്തായിരിക്കും ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും, കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഓർഗനൈസേഷൻ ഒന്നും ഇല്ലാതെ പഠിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഇത്ര വലിയ പ്രശ്നമാണോ മിസ്സേ? നമ്മളുടെ ഹാബിറ്റിൽ ഇത് വലിയ പ്രശ്നമാണോ? ഇതൊരു പരിധിവരെ ആണ്. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു റൂം നോക്കൂ. നമ്മൾ കിടക്കുന്ന, നമ്മൾ ഉറങ്ങുന്ന നമ്മളുടെ റൂം. ഓക്കെ, ഈ ഒരു റൂമിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി ഡ്രസ്സ്, ബാഗ്, സാധനങ്ങൾ എല്ലാം റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ സമാധാനത്തോടെ, നമ്മളുടെ പർപ്പസ് എന്താണ്? ഉറങ്ങുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല, ഒരു സാധാരണ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഫുൾ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചിട്ടിരിക്കുക അല്ലേ? ഇവിടെ നമുക്കൊരു സമാധാനത്തോടെ നല്ല ഫ്രീ ആയിട്ടുള്ള ഉറക്കം കിട്ടില്ല. പക്ഷെ നേരെ ഈ റൂം നോക്കൂ. ഈ റൂമിൽ നമുക്ക് ഉറക്കമില്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? ഒന്ന് ഉറങ്ങിക്കളയാൻ തോന്നും അല്ലേ? നല്ല മനസ്സ് നല്ല പീസ്ഫുള്ളാകും, നമുക്ക് അങ്ങോട്ട് ഉറങ്ങാൻ വേണ്ടി തോന്നും. അപ്പോൾ ഇവിടെ എന്താണ് ഒരു വ്യത്യാസം? എന്താണ്? ഇവിടെ ഓർഗനൈസ്ഡ് അല്ല, ഇവിടെ എന്താണ്? ഓർഗനൈസ്ഡ് ആണ്. സോ ഈ ഒരു കുഞ്ഞു കാര്യം, നമ്മളുടെ ഉറക്കം എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു ഓർഗനൈസേഷനിലുള്ള ഡിഫറൻസ് എത്രത്തോളം ഇഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പം അതേപോലെ തന്നെ നമ്മൾ എവിടെയും പോകുമ്പോൾ നമ്മൾ എവിടെയും നോക്കുക, നമ്മുടെ അലമാരയെ നോക്കല്ലേ, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പലരുടെ അലമാര എന്തായിരിക്കും ഇങ്ങനെ വാരി വലിച്ച് കിടക്കുന്നുണ്ടാവും. പണ്ട് എൻ്റെതൊക്കെ ഇങ്ങനെ ആയിരുന്നു. ഡ്രസ്സ് എടുക്കുക, ചുരുട്ടി കൂട്ടിയിട്ടാൽ അങ്ങോട്ടിടാം, വേണ്ടത് എടുക്കാം. അപ്പോൾ നമ്മൾ വേഗം ഡ്രസ്സ് കൂടി ചുരുട്ടി കൂട്ടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് റെഡിയില്ല, അത് അങ്ങോട്ട് എറിഞ്ഞു, ഇത് റെഡിയില്ല, അത് അങ്ങോട്ട് എറിഞ്ഞു. പണ്ട് ഞാനും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അപ്പോഴെന്താ, നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ഡ്രസ്സ് നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഡ്രസ്സായിരിക്കും മുകളിൽ കിടക്കുന്നത്, നമ്മളതിട്ട് പോവേണ്ടി വരും അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത്? ഇവിടെയും കാര്യങ്ങൾ ഓർഗനൈസ്ഡ് അല്ല, നേരെ മറിച്ച് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു അലമാരയാണ്, ഒരു വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് വേണ്ട ഡ്രസ്സ് ചൂസ് ചെയ്യുക, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും അല്ലേ? നമ്മുടെ ഒരാളുടെ മുന്നിൽ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. സോ ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെയും ഓർഗനൈസേഷനിൽ തന്നെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗതികേടാകുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള നമുക്ക് ഇഷ്ടമില്ലാത്ത എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് മുഴുവൻ അവിടെ പോയി. സോ പറഞ്ഞു വരുന്നത് ഉറക്കത്തിൻ്റെയും ഡ്രസ്സിൻ്റെയും കാര്യമല്ല, നമ്മളുടെ സ്റ്റഡി ടൈം. ഓക്കെ, നമ്മളുടെ സ്റ്റഡി ടൈമിൽ എന്തായിരിക്കണം? നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഓർഗനൈസ്ഡ് ആയിരിക്കണം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി ടേബിള്, ഭയങ്കര അടിപൊളി ചെയർ, ലൈറ്റിങ്, അങ്ങനെ ഒന്നുമല്ല. അപ്പം നമ്മളുടെ ബെഡിലല്ലാതെ, ഇപ്പം നിങ്ങൾ പലരും എന്തായിരിക്കും ബെഡിലിരുന്നിട്ടായിരിക്കും ഇങ്ങനെ കുനിഞ്ഞൊക്കെ ഇരുന്നിട്ടായിരിക്കും പഠിക്കണം അല്ലേ? അങ്ങനെ അല്ലാതെ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ടേബിളും ചെയറും ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബുക്സ് ഓർഗനൈസ്ഡ് ആക്കി വെക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് വെക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ നോട്ട്സ് എഴുതാനുള്ള പെന്നാണോ പെൻസിലാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എന്ത് ചെയ്യണം? സ്റ്റഡി
ഏരിയയിൽ ഉണ്ടാവണം. അല്ലാതെ ഒരിക്കലും കിടന്നുറങ്ങുന്ന ബെഡിൽ പോയിരുന്ന് പഠിക്കരുത്, അത് നമ്മളുടെ കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യും. സോ ഇതൊരു കുഞ്ഞു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരുത്താൻ പറ്റുന്നൊരു ചേഞ്ചാണ്. എന്ത് ചെയ്യുക എന്നുള്ളത്, ഓർഗനൈസ്ഡ് ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? ആദ്യം തന്നെ റൂം ആകെ വാരി വലിച്ചിരിക്കുകയാണെന്നാൽ സ്റ്റഡി ഏരിയ പോയിട്ട് റെഡിയാക്കാം, അങ്ങനെയല്ല. നമ്മൾ ആദ്യം നമ്മളുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മളുടെ റൂം, നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മൾ റൂമല്ല, നമ്മൾ കിടന്നുറങ്ങുന്നത് നമ്മൾ റൂമിലാണ്. അപ്പോൾ റൂം ആദ്യം വൃത്തിയാക്കണം. നമ്മളുടെ അലമാരയിൽ എന്താണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏരിയ നിങ്ങൾ നല്ല വൃത്തിയാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ സ്റ്റഡി ഏരിയയിലേക്ക് പോവുക. അങ്ങനെ കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്ത് ചെയ്യുക, ഇതൊരു ഹാബിറ്റാക്കി മാറ്റുക. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്ഥലം കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി ടേബിൾ കാണുമ്പോൾ വെറുതെ അവിടെ പോയിരുന്ന് എന്തെങ്കിലും എഴുതാനോ പഠിക്കാനോ ഉള്ള മനസ്സ് തോന്നില്ലേ, അല്ലേ? ഇതിന് പകരം ഇത് അവിടെ ഇവിടെയും ഫുൾ വാരി വലിച്ചിട്ടിരിക്കുകയാണ്, ഒന്നും എടുത്തിട്ട് കാണില്ല. പഠിക്കാൻ എങ്ങനെയല്ലോ പോയി ഇരുന്നതാ, ബുക്ക് നോക്കിയിട്ട് ബുക്ക് കാണുന്നില്ല, പെന്ന് നോക്കിയിട്ട് പെന്ന് കാണുന്നില്ല, പഠിക്കാനുള്ള മൂഡ് പോയി. പക്ഷെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മൾ നല്ല പഠിക്കാനുള്ളൊരു മൈൻഡ് നമുക്ക് തരുന്നൊരു സ്ഥലമാണെങ്കിലോ, നമ്മൾ ഇഷ്ടമില്ലെങ്കിൽ അവിടെ പോയി ഇരുന്നാൽ നമ്മളുടെ മൈൻഡ് പീസ്ഫുള്ളാവും, നമുക്ക് പഠിക്കാൻ തോന്നും. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കുക. നിങ്ങൾ പഠിക്കുന്ന സ്ഥലം, നിങ്ങളുടെ റൂം ഒക്കെ അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ മൈൻഡിലും ആ ഒരു ഓർഗനൈസേഷൻ വരും. ഓക്കെ. അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ടിപ്പ്. ഓക്കെ. Exam winner. Crack your exams with